പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഡിവിഷൻ പ്രഭാത സംവാദത്തിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ശക്തമായ ചിന്താഗതിയാണ്. ലെറ്റ്സ് ഐഡന്റിഫൈ സ്ട്രോങ് മൈൻഡ് സെറ്റ് പീപ്പിൾ എന്ന വളരെ പ്രസക്തമായ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ, മാനസിക കരുത്തുള്ള ഒരു ചിന്താഗതി എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നമ്മോട് സംവദിക്കാൻ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ഫാമിലി കൗൺസിലറും ഇമോഷണൽ ഇന്റലിജൻസ് കോച്ചുമായ ഷഹനാസ് അലി മാഡമാണ്. വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും കൂടുതൽ മനോഹരമാക്കാനും വൈകാരികമായ സന്തുലിതാവസ്ഥയോടെ ജീവിതത്തെ നയിക്കാനും ആളുകളെ സഹായിക്കുന്നതിൽ വർഷങ്ങളുടെ പരിചയസമ്പന്നതയുള്ള ട്രെയിനർ കൂടിയാണവർ. സെൽഫ് അവയർനെസ് വളർത്തുക, ആശയവിനിമയം മെച്ചപ്പെടുത്തുക, വികാരങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുക, പ്രൊഫഷണൽ ജീവിതത്തിലെ തർക്കങ്ങൾ ലളിതമായി പരിഹരിക്കുക എന്നിവയെല്ലാം വളരെ പ്രായോഗികമായ പരിശീലനമാണ് ഷഹനാസ് അലി നൽകി വരുന്നത്. നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും പോസിറ്റീവായി മാറ്റാൻ സഹായിക്കുന്ന ഈ സെഷനിലേക്ക് പ്രിയപ്പെട്ട ഷഹനാസ് അലി അവറുകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രോഗ്രാമിന്റെ ഡയറക്ടർ നുസിയ മാഡം, ടീം ഇൻചാർജ് ഹസ്ന മാഡം, മറ്റു ഇതിന്റെ അണിയറ പ്രവർത്തകർ, മുഴുവൻ പ്രേക്ഷകർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി മാഡത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. Thank you so much, Salim sir. Good morning, Assalamu alaikum. എല്ലാവരെയും വീഡിയോ ഓഫാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലാക്ക് സ്ക്രീനിന് എല്ലാവരും ബ്ലാക്ക് ആണ്. എനിവേ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും ഹസ്ന, ഖാദർ, അവർക്കും താങ്ക് യു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ചെറിയ സമയത്തിൽ നമുക്ക് വളരെയധികം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടോപ്പിക്ക്. നിങ്ങൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാവും. നമുക്കതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതൊന്നും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നേരത്തെ സലീം സാറ് പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളാണ്. പിന്നെ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എങ്ങനെയാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, നമ്മൾ ആദ്യം എന്താ പറയാ, ഓബ്സ്റ്റക്കിൾസ് വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ കരയാത്ത ആളുകൾ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഒരു 5-6 പേരെ അടിച്ചിടാൻ പറ്റുന്ന ആൾക്കാർ പവർഫുൾ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. ഇങ്ങനെ കുറേ നമുക്ക് ഡെഫിനേഷൻ ഉണ്ടാവും. ഇതെല്ലാം ശരിയാണ്, ഇൻ വൺ വേ ഓർ അതർ എല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ക്യാമറ ഒന്ന് തിരിച്ചു വെക്കാം. എന്നിട്ട് ആം ഐ ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ, ഞാൻ ഈ ടൈപ്പ് ആളാണോ, ഞാൻ ഈ ടൈപ്പ് ആളാണോ, അങ്ങനെ നമുക്കൊന്ന് ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ട് സ്പീഡായിട്ട് പോവാം. ഓക്കെ, റെഡി? അപ്പോ ആദ്യത്തെ, യെസ്, താങ്ക് യു. വീഡിയോ ഓൺ അല്ലെങ്കിലും നിങ്ങളുടെ തംസപ്പ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് ആദ്യം തന്നെ നമ്മളെ ചെക്ക് ലിസ്റ്റ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഞാൻ വീക്ക് മൈൻഡ് സെറ്റ് ആണോ, ഞാൻ സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണോ? പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വീക്കാണ്. അത് കേട്ടിട്ട് നിങ്ങൾ തളരണ്ട. ഓക്കെ, നെഗറ്റീവ് തോട്ട് ഉണ്ട്, ഞാൻ വീക്കാണ്, തളരണ്ട. ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കുക. ആദ്യം തന്നെ ഇതിൽ എന്നെക്കാളെയും കുറെ പോയിന്റ്സ് നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും കേട്ടോ. നമുക്ക് ചെറിയ ടൈമിൽ നമുക്ക് ഓടിപ്പോവാം. ആദ്യത്തെ, രാവിലെ തന്നെ നമ്മളൊന്ന് നമ്മളെ ഒബ്സർവ് ചെയ്യുക. ചില റിയാലിറ്റികൾ നമ്മുടെ ലൈഫിൽ, ചില റിയാലിറ്റികൾ ഉണ്ട്. ആക്സെപ്റ്റ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ റിയാലിറ്റികൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. എന്താണ് റിയാലിറ്റി? ഒരു മരണം, എൻ്റെ അടുത്ത ആരോ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ ജോലി, വളരെ ആഗ്രഹിച്ച് കിട്ടിയ ജോലി പോയി. ഈ പോയ ശേഷം, നഷ്ടപ്പെട്ട ശേഷം അതിനെ ഞാൻ വീണ്ടും എനിക്ക് പറ്റുന്നില്ല, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങളുടെ അടുത്ത ആളുകൾ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടാവും. ഈ ആക്സെപ്റ്റ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എങ്കിലൊരു ടിക്ക് മാർക്ക് ഇട്ടാം. യെസ്, ഞാനൊരു സ്ട്രോങ് മൈൻഡ് സെറ്റിന്റെ ഒരു സ്റ്റെപ്പ് കയറും. അടുത്തത്, എൻ്റെ ലൈഫിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഉണ്ടോ നമ്മുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത? ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ എൻ്റെ കൺട്രോളിലല്ല, ചില കാര്യങ്ങൾ എൻ്റെ കൺട്രോളിലാണ്.
അപ്പോ ഈ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ മെനക്കെട്ട് കരഞ്ഞ് വാശി പിടിച്ച് ദേഷ്യം പിടിച്ച് അതെന്താ അങ്ങനെ ചെയ്തത്, അതെന്താ അവൻ ഇങ്ങനെ സംസാരിച്ചത്, അതെന്താ അവൾ അങ്ങനെ പെരുമാറിയത്, ചിന്തിക്കാറുണ്ടോ? ഉണ്ട്, മനുഷ്യനല്ലേ, എന്തായാലും ചിന്തിക്കും അല്ലെ. ഈ പറയുന്ന ഓരോ പോയിന്റും നമ്മളുടെ മനസ്സിൽ ചിന്തിക്കാറുണ്ട്. വിവോ, താങ്ക് യു. ചിന്തിക്കാറുണ്ട്, ചിന്തിക്കുന്നത് മനുഷ്യ സഹജ. പക്ഷെ ആ ചിന്തയെ എങ്ങനെ നമ്മൾ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവിലേക്ക് കൊണ്ടുവരണം, അതാണ് നമ്മളുടെ സക്സസ്. ചിന്ത എല്ലാ മനുഷ്യനും നമ്മളെ സൃഷ്ടാവ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രെയിനും മനസ്സും ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ചിന്ത എപ്പോഴും നെഗറ്റീവ് ബയാസ്ഡ് ആയിട്ടേ പോവുള്ളൂ. ബ്രെയിൻ ഇസ് എ നെഗറ്റീവ് ബയാസ്ഡ് മെഷീൻ അല്ലെ. പക്ഷെ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യലാണ് നമ്മുടെ പോസിറ്റീവിലേക്കുള്ള യാത്ര. അപ്പൊ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകള് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇതാണ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ നടക്കുന്നത്, പ്രസന്റ് മൂമെന്റിൽ ഇത് നടന്നു, ഇറ്റ് ഇസ് ഹാപ്പൻഡ് ഓൾറെഡി, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ ഇല്ല, ഇനി വാട്ട് ടു ഡു നെക്സ്റ്റ്, ഞാൻ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, ഇതെന്താ ഇങ്ങനെ എന്റെ വിധിയായി പോയല്ലോ, അങ്ങനെ ഇങ്ങനെ നമ്മൾ കരഞ്ഞ് ദേഷ്യം പിടിച്ച് അത് നമ്മൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് റിയാലിറ്റി. രണ്ടാമത്തത്, ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യുന്ന ആരെയാ? ഓപ്പോസിറ്റ് പേഴ്സൺ. ശരിയല്ലേ? ഓപ്പോസിറ്റ് പേഴ്സൺ എന്തുകൊണ്ടാ അങ്ങനെ, ഓപ്പോസിറ്റ് പേഴ്സൺ എന്തുകൊണ്ടാ ഇങ്ങനെ? അപ്പോ നമുക്ക് ഏറ്റവും എളുപ്പം എന്താ, മുന്നിലുള്ള പേഴ്സന്റെ വായ അടപ്പിക്കുന്നതിലും നല്ലത് എന്താ, നമുക്ക് നല്ലത് നമ്മുടെ ചെവി അടക്കുക. ഏതാ എളുപ്പം? നമ്മുടെ ചെവി അടക്കുക. സോ ഇറ്റ് ഈസ് ഈസി ഫോർ മീ ടു കൺട്രോൾ മൈ ഇയേഴ്സ്. എന്റെ ചെവികൾ കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും എളുപ്പം, നോട്ട് ദ മൗത്ത് ഓഫ് അതർ പേഴ്സൺ. ആണോ? അപ്പൊ രണ്ടാമത്തത് നിങ്ങൾ നോക്കുക, ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ടോ, അവൻ എന്താ അങ്ങനെ, അവൾ എന്താ ഇങ്ങനെ പറഞ്ഞത്, ആണെങ്കിൽ ഞാൻ ഇനി മാറാനുണ്ട്. റീഫ്രെയിം ഇറ്റ്, റീഫ്രെയിം ഇറ്റ്. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഓൾ ഓഫ് എ സഡൻ നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ടൊന്നും വരില്ല. ഡെയിലി ഇത് പറയുക, ആം ഐ എ സ്ട്രോങ് പേഴ്സൺ? അല്ല, ഇവിടെ ഞാൻ മാറാനുണ്ട്, ഇവിടെ ഞാൻ മാറാനുണ്ട്. ഇനി മൂന്നാമത്തത്, നമ്മൾ ചൂസ് ചെയ്ത കല്യാണം, നമ്മൾ ചൂസ് ചെയ്ത ജോലി, എല്ലാം നമ്മൾ ചൂസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാ. നമ്മളെ ആരും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഇത് നീ ചെയ്യണം ഇല്ലെങ്കിൽ നിന്നെ കൊല്ലുന്നു പറഞ്ഞിട്ടല്ലല്ലോ, എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ ചൂസ് ചെയ്ത ശേഷം നമ്മൾ അത് ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ട്. എന്താ ചെയ്യാ? അവരെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ചോയ്സ്. മൂന്നാമത്തത്, നിങ്ങൾ ഏത് ചോയ്സ് എടുത്താലും അതിന്റെ അത് ഫെയിലിയർ ആയാലും സക്സസ് ആയാലും എല്ലാം ഞാനാണ്. എൻ്റെ സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് ഡിസിഷൻ ഇങ്ങനെ എടുക്കാനുള്ള കാരണം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെ മുന്നിൽ ഫോഴ്സ് ചെയ്ത ആൾക്ക് കൊടുത്ത പോലത്തെ ബ്രെയിൻ നമുക്കും തന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നുണ്ടല്ലോ അയാളെ കൊണ്ടാണെന്ന്. അയാൾ പറയുമ്പോൾ ഞാൻ സ്ട്രോങ് മൈൻഡ് സെറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ നിങ്ങൾ ചെക്ക് ചെയ്തോ? ഇനി നാലാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റും വളരെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ടുള്ള കാര്യമാണ്. കീപ് ദ പ്രോമിസസ് ടു ദംസെൽസ്. ഞാൻ അവളോട് വാക്ക് പറഞ്ഞതാ, എങ്ങനെയെങ്കിലും പോയി ചെയ്യണം, ഞാൻ അവനോട് പറഞ്ഞതാ, ഇപ്പൊ എത്തുന്നു, ഞാൻ പോട്ടെ. അതിനേക്കാളും വലിയൊരു പ്രോമിസ് ഉണ്ട്, ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുതൽ ഞാൻ നടക്കും, ഇന്ന് മുതൽ ഞാൻ അത് ചെയ്യും, ഇന്ന് മുതൽ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തിട്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ സ്ട്രോങ് മൈൻഡ് സെറ്റ് ആയിട്ടില്ല, ഇനിയും പണിയെടുക്കാനുണ്ട്. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ എല്ലാം ടിക്ക് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പോകും അല്ലെ. അപ്പൊ ചിലതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാനുണ്ടാവും, ഇനിയും വർക്ക് ചെയ്യാനുണ്ടാവും. കുഴപ്പമില്ല, വർക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ കീപ് ദ പ്രോമിസസ് ടു ദംസെൽസ്. ഞാൻ എന്നോട് വേണം പ്രോമിസ് കീപ്പ് ചെയ്യാൻ. ഇനി അടുത്തത്, ലേൺ ഫ്രം ഫെയിലിയർ. എന്താണ് ലേൺ ഫ്രം ഫെയിലിയർ? നമ്മൾ ഒരു പരാജയം, ഒരു ജോലി നടത്തി, ഒരു ജോലിക്ക് പോയി, അവിടുന്ന് നമ്മൾ ഇന്റർവ്യൂവിൽ റിജക്റ്റ് ആക്കി, ഒരു ബിസിനസ് ചെയ്തു, അതിൽ ലോസ് വന്നു, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, അത് ലോകാവസാനമൊന്നുമല്ല. അത് നമ്മൾ തകർന്ന് കരഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിന്ന് എന്താ നേടുന്നേ? ഈ നമ്മളെ പറയുമെന്ന് ചിന്തിക്കുന്ന സമൂഹം കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ടോപ്പിക് കിട്ടിയിട്ട് അവര് പോവില്ലേ? നമ്മളെന്തിനാ കരഞ്ഞിരിക്കുന്നേ? ലേൺ ഫ്രം ഫെയിലിയർ. പരാജയം, മനുഷ്യനാണ് നമ്മള്, നമുക്ക് പരാജയം എന്തായാലും ഉണ്ടാവും. ഓരോ സ്റ്റെപ്പിൽ അതിന് ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയാ നടന്നത്? എത്ര പരാജയപ്പെട്ടിട്ടാണ് നമ്മൾ എണീറ്റ് നടന്നത്?
അല്ലേ? വീഴും പിന്നെയും പിടിച്ചെഴുന്നേക്കും, വീഴും പിന്നെയും അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, അയ്യോ നാണക്കേടായി, ഞാൻ ഉപ്പാന്റെ ഒക്കെ മുമ്പിൽ നിന്ന് വീണു പോയി, ഇനി ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ നടക്കുവോ? ഇല്ല. വീണ് പിന്നെ എണീറ്റ്, വീണ് പിന്നെ എണീറ്റ്. അപ്പൊ നമ്മൾ വീഴും. കുറ്റപ്പെടുത്താൻ ഒരുപാട് പേര് ചുറ്റിലും ഉണ്ടാവും. കാരണം എന്താ? അവരുടെ എല്ലാവരുടെയും ബ്രെയിൻ എങ്ങനെയാ? നെഗറ്റീവ് ബയാസ്ഡാ. നമ്മളൊരു സിനിമ സക്സസ് ആയാൽ അയാൾ ഏറ്റവും സൂപ്പർ സ്റ്റാർ, ഒരു സിനിമ ഫ്ലോപ്പ് ആയാൽ അയാൾ ഏറ്റവും മോശമായ നടൻ. ഇത് തന്നെയാ നമ്മുടെ ജീവിതത്തിലും. നമ്മൾ അഭിനയിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മോശം കഥാപാത്രമാവും, ചിലപ്പോൾ നമ്മൾ നല്ലതാവും. ജസ്റ്റ് ലുക്ക് ഇൻ ടു യുവർ ഹാർട്ട്. എന്റെ ഇന്റൻഷൻ എന്താണ്? ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ നീയത്ത് എന്താണ്? ആം ഐ ഡൂയിങ് എ കറക്റ്റ് തിങ്? ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ലേൺ ഫ്രം ഫെയിലിയർ. വേറെ ആളുകളെ ബ്ലെയിം ചെയ്യണ്ട. ഓക്കെ. ഇനി അടുത്തതാണ് നമുക്ക് തീരെ പറ്റാത്ത കാര്യം. ഒരു രക്ഷയില്ല. മാനേജ് യുവർ ഇമോഷൻസ്. എന്താണ് മാനേജ് യുവർ ഇമോഷൻസ്? എല്ലാവർക്കും അറിയാം. 3 ടൈപ്പിലാണ് നമ്മൾ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഒന്ന്, സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു നാൾ പൊട്ടുക. അത് നോർമലി സ്ത്രീകളാട്ടോ ചെയ്യുക, അല്ലേ? ഇവിടെ ഇപ്പൊ സ്ത്രീകളൊക്കെ എല്ലാവരും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടില്ല, അതുകൊണ്ട് സ്ത്രീകൾ നോർമലി എല്ലാം സപ്രസ് ചെയ്ത് വെക്കും. പുരുഷന്മാർ കുറച്ച് എക്സ്പ്രസ് ചെയ്യും. സപ്രഷൻ, എക്സ്പ്രഷൻ ആൻഡ് മാനേജ്. ഇതാണ് 3 ടൈപ്പ് ഓഫ് നമ്മുടെ വികാരങ്ങളെ പുറത്തേക്ക് വിടുന്ന രീതി. സപ്രഷൻ എന്താ സംഭവിക്കുക? എന്താണ് തകർക്കുക? മാനസിക ആരോഗ്യം, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവസ്ഥയും കൺട്രോൾ നശിപ്പിക്കും. സപ്രഷൻ ഓഫ് ഇമോഷൻ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്ക്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് അമർത്തി ബോഡി പെയിൻ, ഷോൾഡർ പെയിൻ, വയറുവേദന, അസിഡിറ്റി, എല്ലാ അസുഖങ്ങളും വർഷങ്ങളായി അനുഭവിക്കുന്ന സപ്രഷൻ. പിന്നെ ഉള്ളത് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. അവിടെ എന്താ തകരുക? ബന്ധങ്ങൾ തകരും. മറ്റേത് മാനസിക ആരോഗ്യം തകരും, ഇവിടെ ബന്ധങ്ങൾ തകരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 2 സ്ഥലത്തും തകർച്ചയുണ്ട്. വേണോ നമുക്കത്? വേണ്ട. നമുക്ക് മാനേജ് ചെയ്യാം. നമുക്ക് സന്തോഷകരമായ എല്ലാ മനുഷ്യരുടെ ലൈഫിലും ഇതുണ്ട് എന്ന് നമുക്കറിയാം, ഈ പ്രശ്നങ്ങൾ. അപ്പൊ നമുക്ക് എക്സ്പ്രഷനും വേണ്ട, സപ്രഷനും വേണ്ട. എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പൊ എന്താ നടന്നത്? ഇവിടെ നടന്നത്, അയാൾ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പൊട്ടിത്തെറിച്ചാൽ വാട്ട് ബെനിഫിറ്റ് ഐ എം ഗെറ്റിംഗ്? നെഗറ്റിവിറ്റി. ഞാൻ സപ്രസ് ചെയ്താൽ വാട്ട് ബെനിഫിറ്റ് ഐ എം ഗെറ്റിംഗ്? എന്റെ ബോഡിക്ക് നെഗറ്റീവ് എനർജി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കാം ഡൗൺ ആയിട്ട് അത് എന്തുകൊണ്ട് വന്നു എന്ന് അനലൈസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളിപ്പോ കേൾക്കുമ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല, ഇതൊക്കെ പറയുന്ന പോലെയൊന്നും അല്ല, ഇത് പറയാൻ എളുപ്പമാണ്, ഇതൊന്നും എന്റെ ലൈഫിൽ നടക്കില്ല. നടക്കും, എല്ലാവരുടെ ലൈഫിലും നടക്കും. കൺസിസ്റ്റന്റ് പ്രാക്ടീസ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഫൈനലി നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തില്, വാക്ക് പാലിക്കുകയില്ല അവൻ, വാക്ക് പാലിക്കാത്ത ആളാണ്. കേട്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് സ്ട്രോങ് മൈൻഡ് സെറ്റിന്റെ വരുന്നത്. നമ്മളെ ആദ്യം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എല്ലാം പോകും. വാക്ക് പാലിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ആദ്യം പറഞ്ഞു, കീ പ്രോമിസസ് ടു ദംസെൽസ്. നമ്മളോട് കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പാലിക്കണം. ഞാൻ ഇന്ന് ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല. ഇതിനി എന്താണെന്നറിയോ? മൂഡ് അനുസരിച്ചിട്ട് നമ്മുടെ വാല്യൂസ് മാറ്റരുത്. ഡോണ്ട് ചേഞ്ച് യുവർ വാല്യൂസ് അക്കോർഡിംഗ് ടു യുവർ മൂഡ്. നമ്മളെല്ലാവരും പെട്ടുപോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഞാന് നിർബന്ധിച്ചുകൊണ്ട് നല്ല സന്തോഷത്തിലായിരുന്നു, അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു. ഞാൻ പെട്ടെന്ന് അവരുടെ ആ ഇൻഫ്ലുവൻസിൽ ഞാൻ അങ്ങ് പെട്ടുപോയി. നല്ല സന്തോഷത്തിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി. മൂഡ് അനുസരിച്ച് നമുക്ക് കുറെ വാല്യൂസ് ഇല്ലേ? എന്താ വാല്യൂസ് നമ്മളുടെ? ഓരോ മനുഷ്യനും അവരവരുടെ വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ബിലീഫ് സിസ്റ്റം അനുസരിച്ച്, അവരുടെ കൾച്ചർ അനുസരിച്ച് ആ വാല്യൂസ്, ചെറുപ്പം മുതൽ നമ്മൾ കണ്ടും കേട്ടും പഠിച്ച വാല്യൂസ് മൂഡ് അനുസരിച്ച് മാറ്റാൻ പോയത്. ഞാൻ ഇന്നേ തീരെ മനസ്സൊന്നും ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയി. വളരെ വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇത് റിയൽ ലൈഫിൽ ഇതൊക്കെ പോസിബിൾ ആവാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ നിങ്ങൾ കുറേ വീഡിയോസും മോട്ടിവേഷൻസ് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താ നമ്മൾ ഇതൊക്കെ ചെയ്യണ്ടേ? നമ്മളൊന്ന് ടിക്ക് മാർക്ക്, ഒന്ന് ചെക്ക് ലിസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ആദ്യം, അക്സെപ്റ്റ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, മരണമല്ല, ജനനമല്ല, നഷ്ടമല്ല, എന്ത് സംഭവിച്ചാലും അത് റിയാലിറ്റിയാണ്. പ്രസന്റ് മൂമെന്റിൽ അത് നടന്നു കഴിഞ്ഞു. ഓക്കെ, അത് നോക്കുക. രണ്ടാമത്തത്, വാട്ട് ഐ ക്യാൻ കൺട്രോൾ, വാട്ട് ഐ കാൺട് കൺട്രോൾ.
എന്നെ കൺട്രോൾ ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ. എൻ്റെ ഇമോഷൻസിനെ, എൻ്റെ ഫീലിങ്സിനെ, എൻ്റെ ചിന്തകളെ. എൻ്റെ വായ അടക്കാനല്ല, എൻ്റെ ചെവിയും എൻ്റെ വായയും രണ്ടും അടക്കാൻ എനിക്ക് പറ്റും. നീ നിന്റെ വായ അടക്ക് എന്ന് നമ്മളോട് എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്. നീ നിന്റെ ചെവി അടക്കുന്നത് നമ്മൾ ആരോടും പറയുന്ന കേട്ടിട്ടില്ല. ഇത് രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റേ ആളെ നമുക്ക് നോക്കണ്ട. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ചോയ്സ്. എന്റെ ഞാൻ ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ആരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ല. നമ്മൾ പല രീതിയിലും നമ്മൾ വേറെ ആളുകളെ ബ്ലെയിം ചെയ്യും. അല്ല, നമ്മളാണ് അതിന്റെ ഫൈനൽ ഡിസിഷൻ മേക്കർ. നിർബന്ധിക്കുക. അപ്പൊ അത് ഞാൻ തന്നെ ചെയ്തതാ, ഓക്കെ, കുഴപ്പമില്ല, ഞാൻ നോക്കാം അതിന്റെ എല്ലാ വശങ്ങളും. പിന്നെ കീപ് പ്രോമിസസ് ടു ദംസെൽവ്സ്. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചെയ്യില്ല കേട്ടോ, സോറി, ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞതാ, സോറി, ഞാൻ അവിടെ പോവില്ല കേട്ടോ. കീപ് പ്രോമിസസ് ടു ദംസെൽവ്സ്. നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ അത് ചെയ്യും. ഇനി അടുത്തത്, ലേൺ ഫ്രം ഫെയിലിയർ. പരാജയത്തിൽ നിന്ന് പഠിക്കണം. പരാജയം എന്ന് പറയുന്നത് നാട്ടുകാരെ കൊണ്ട് എന്ത് പറയിപ്പിച്ച്, എന്തൊരു സങ്കടമാണ്. നാട്ടുകാർക്ക് ഇതിനൊന്നും ടൈമില്ലല്ലോ, നമുക്കൊക്കെ എന്തൊക്കെ പണികളുണ്ട്. ആ പരാജയത്തിൽ നിന്ന് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുക. എണീക്കുക, നടക്കുക, പിന്നെയും വീഴും, എണീക്കുക, നടക്കുക. ആ ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. ഇതെല്ലാം പ്രാക്ടീസിലൂടെ പറ്റുള്ളൂ. പിന്നെ മാനേജ് യുവർ ഇമോഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇമോഷണലി ഇന്റലിജന്റ് ആവുക. ഇമോഷണലി ഇന്റലിജന്റ് ആവാൻ ഒരു ദിവസം രാവിലെ നടന്നാൽ നടക്കില്ല. ഇറ്റ് നീഡ് കൺസിസ്റ്റന്റ് പ്രാക്ടീസ്. ഇമോഷണൽ ഇന്റലിജൻസ്. എൻ്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും ഫാനിന്റെ റെഗുലേറ്റർ പോലെ. റെഗുലേറ്റർ എന്താ ചെയ്യുന്നത്? നമ്മൾ തണുപ്പുണ്ടെങ്കിൽ, ഇപ്പൊ നല്ല മഴക്കാലമാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറക്കും സ്പീഡ്. ചൂട് കാലത്ത് ഫുൾ 5-ലിടും. ഇതേപോലെയാണ് നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത്? നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ എല്ലാം പറയണം അല്ലേ? ആക്ട് അക്കോർഡിംഗ് ടു ദ വാല്യൂസ്, നോട്ട് വിത്ത് ദ മൂഡ്. മൂഡ് അനുസരിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ഇമോഷൻസും നമ്മളുടെ ആക്റ്റും എല്ലാം നിയന്ത്രിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു വാല്യൂസ്. എനിക്കൊരു വാല്യൂ ഉണ്ട്, ഞാൻ അത് വിട്ടു നടക്കില്ല എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും വിട്ടു പോണ്ട. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്ന അറിയോ? അല്ല, അവൻ എന്ത് തോന്നും, അവൾക്ക് എന്ത് തോന്നും, അത് വേണ്ട, അത് ചെയ്തേക്കാം, ഒരു ദിവസത്തേക്കല്ലേ. പക്ഷേ ആ സമയത്ത് നിങ്ങൾ അത് ചെയ്യുമ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിൽ നിങ്ങൾ നല്ലൊരാളായിരിക്കും. പക്ഷെ പിന്നീട് അവർ പറയും, ഇയാളൊരു എന്തും ശരിയാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് ഭയങ്കര ഇതാണ്. അതല്ല വേണ്ടത്. ഷീ ഹാസ് സം വാല്യൂസ്, ഷീ വിൽ കീപ് ഓൺ ദാറ്റ് വാല്യൂസ്. അത് വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. അതാണ് 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത്. സോ സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണോ എല്ലാവരും? എല്ലാവരും സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ റിയൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഡേ നിങ്ങളിപ്പോൾ ഇന്ന് മുതൽ ആക്ഷൻ എടുക്കുക. ഈ ഞാൻ പറഞ്ഞത് ടിക്ക് മാർക്ക് ഇട്ട് നോക്കിയിട്ട് ഇവിടെ ഞാൻ ഇനി വർക്കൗട്ട് ചെയ്യാനുണ്ട്, ഈ ഒരു പോയിന്റും കൂടി, ചിലപ്പോൾ ഈ ഒരു പോയിന്റും കൂടി. എന്താ ചെയ്യണ്ടേ? ഇന്ന് ഞാൻ ആ പോയിന്റ് ഒരു നല്ലൊരു വൈറ്റ് പേപ്പറിൽ ഇത്രയും പോയിന്റ്സ് എഴുതിയിട്ട്, നമ്മുടെ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആരെയും നിങ്ങൾ നോക്കി അവരുടെ ഗുഡ് ബുക്സ് കയറാൻ പിന്നെ നിങ്ങൾ ജീവിക്കില്ല. ഇയാളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ ജീവിക്കില്ല. അപ്പൊ നമ്മളൊരു നല്ല വൈറ്റ് പേപ്പറിൽ ഇത് എഴുതിയിട്ട്, അയ്യടാ, ഇന്ന് ഞാൻ 1ാമത്തെ പോയിന്റ് കുറച്ച് ഞാൻ പാനിക്കായി, അത് നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. മിനിയാന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മോതിരം ഞാൻ നാട്ടിൽ വന്നപ്പോ എൻ്റെ മിസ്സായപ്പോ അയ്യോ, നല്ല വിലയല്ലേ ഇപ്പൊ ഗോൾഡിന്, നല്ല ടെൻഷനായി. പക്ഷേ ഒരു 5 മിനിറ്റ് ശേഷം ഐ ഷുഡ് ആക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഇസ് മിസ്സിങ്. പോയി, എവിടെയോ പോയി, എയർപോർട്ടിലോ എവിടെയോ പോയി, ലഗേജ് എടുക്കുമ്പോൾ ഇത് ഊരിപ്പോയി. സോ അത് ആക്സെപ്റ്റ് ചെയ്തേക്കുക. പിന്നെ എന്തൊരു കഷ്ടമാണ്, ഞാൻ ഇനിയിപ്പോ എല്ലാം അതൊരു മോശം ഇതാണല്ലോ. എന്താ നേടുക നമ്മൾ? ആക്സെപ്റ്റ് ദ റിയാലിറ്റി. അതിന് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ കുറച്ച് പ്രശ്നമാണല്ലോ, ഇത് ഞാൻ വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഇനി 3ാമത്തെ പോയിന്റിലേക്ക് എത്തി. എന്താണ് 3ാമത്തെ പോയിന്റ്? ഞാൻ എന്നോട് പറയുന്ന, അല്ലെങ്കിൽ 4ാമത്തെ പോയിന്റ്, കീപ് ദ പ്രോമിസ്. അയ്യോ, ഇന്ന് നടക്കാന്ന് പറഞ്ഞതാ, ഞാൻ അവളോട് പറയുകയും ചെയ്ത്, അവളോട് പറഞ്ഞതിനല്ല നിങ്ങൾ സങ്കടപ്പെടേണ്ടത്. ഞാൻ എന്നോട് ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പറഞ്ഞാണല്ലോ, ഞാൻ നാളെ മുതൽ കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നു. ഇവിടെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. വീക്ക് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് എപ്പോഴും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടാവില്ല. ഞാൻ നോക്കാം, എല്ലാത്തിനും ഉറപ്പ് വേണം വേറെ ആളുകളിൽ നിന്ന്. നിനക്ക് ഉറപ്പാ ഇത് ശരിയായോ, ഇത് ശരിയാണോ, ഉറപ്പാ, നീ പറഞ്ഞാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, നീ പറ, ഞാൻ ചെയ്തത് ശരിയാ. ഈ ടൈപ്പ് ഓഫ് ആളുകളാണെങ്കിൽ മാറ്റണം, വർക്ക് ചെയ്യണം.
പിന്നെ ഇന്ന് ഒരു ഇപ്പോൾ എസ്പെഷ്യലി പുരുഷന്മാരോട് ഓഫീസിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പെട്ടെന്ന് പ്രൊവോക്ഡ് ആയി പൊട്ടിത്തെറിച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഞാനിവിടെ സ്ട്രോങ് ആണ്. നിങ്ങളെ ചിലപ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും. അതിന്റെ അർത്ഥം നിങ്ങൾ സ്ട്രോങ് അല്ല. നിങ്ങളെ ഭയങ്കര പേടിയുണ്ടാവും. നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് അവർക്ക് പേടി നിങ്ങളെ. നിങ്ങൾ ആങ്കറുള്ള ഒരാളായതുകൊണ്ടാ, അല്ലാതെ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള മഹിമ കൊണ്ടല്ല അവർക്ക് നിങ്ങളെ പേടി. മനസ്സിലായോ? അപ്പൊ ആ ഒരു എന്റെ കൊളീഗ്സ്, എന്റെ സബോർഡിനേറ്റ്സ്, ഞാൻ ദേഷ്യം പിടിച്ചു, ഓക്കെ, ഞാൻ ആ ദേഷ്യം പിടിച്ചതിന് കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അത് കുറേ നമ്മൾ പറഞ്ഞിട്ടും കേൾക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ പിണങ്ങി. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എവിടെയാണ് റിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. സ്വന്തത്തോട് പറഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ ഈ പോയിന്റിൽ ഇത് ഞാൻ നാളെ മുതൽ ചെയ്യണം. പൊട്ടിത്തെറിച്ചു പോയി, മാനേജ് ചെയ്യണമായിരുന്നു, അത് കുറച്ച് ഞാൻ ഒന്ന് കാം ഡൗൺ ആയി, റിലാക്സ് ആയി. അതിന് പല ടെക്നിക്സ് ഉണ്ട്. പല ടെക്നിക്സും ഇതിനെല്ലാത്തിനും ഉണ്ട്. ജേർണലിംഗ് എഴുതുന്നതും ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു 90 ദിവസം ഈ ടിക്ക് മാർക്ക് പച്ച കളർ ടിക്ക് ആണെങ്കിൽ യു ആർ എ മെന്റലി സ്ട്രോങ് പേഴ്സൺ. അത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇട്ടിട്ട് ഏതെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും 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 ചെയ്തോ, ഒരുപാട് ചെയ്തോ. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. 2ാമത്തെ മാസമാകുമ്പോൾ എക്സലന്റ്. 3ാമത്തെ മാസമാകുമ്പോൾ പിന്നെ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷെ നമ്മളെ കുറിച്ച് ഒരാൾ നമ്മളെ പേര് പറയുമ്പോൾ അയാൾ ഭയങ്കര കാര്യങ്ങളൊക്കെ, അയാൾക്ക് വാല്യൂസ് ഉള്ള ആളാണ്, പറഞ്ഞ കാര്യങ്ങൾ ആ കറക്റ്റിൽ ചെയ്യുന്ന ആളാണ്, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വിശ്വസിക്കാം. എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുക? വെൽ ഡ്രസ്ഡ് ആയ വിശ്വാസം വരില്ല. ആദ്യം ഞാൻ എന്നെ വിശ്വസിക്കണം. ഞാൻ എന്നോട് പറഞ്ഞ പ്രോമിസസ് കീപ്പ് ചെയ്യണം. എന്നാലേ എന്റെ മുന്നിലുള്ള പേഴ്സൺ എന്നെ വിശ്വസിക്കുള്ളൂ. എന്നാലേ എനിക്ക് തോന്നണം, ഞാൻ കണ്ണാടി നോക്കുമ്പോൾ യു ആർ എ സ്ട്രോങ് പേഴ്സൺ എന്ന് ഞാൻ എന്നോട് പറഞ്ഞാൽ മാത്രമേ ചുറ്റിലുള്ള ആളുകൾക്ക് ഞാൻ സ്ട്രോങ് ആണെന്ന് തോന്നുള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സമയമായോ എന്ന് എനിക്ക് അറിയില്ല. ഹസ്ന, ആയിട്ടില്ല മാഡം, 7 മണി ഇല്ല വരെ. മാം, 10 മിനിറ്റ് കൂടെ ഉണ്ട്. 10 മിനിറ്റ് കൂടെ 7 ഉണ്ടോ? മണി. ഞാൻ 7 കണ്ടിന്യൂ മണി. ചെയ്തോ. ഓക്കെ. അപ്പൊ ഇനി ഇമോഷണലി ഇന്റലിജന്റ് ആവാനുള്ള എന്റെ ടോപ്പിക്, എനിക്കിത് ഹാഫ് ആൻ അവറിൽ നിങ്ങൾ എത്രത്തോളം ഇന്ററാക്ഷൻ ഉണ്ടാവുമോ അതൊന്നും എനിക്ക് അറിയില്ല. സാധാരണ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമല്ലോ സെഷന്റെ ഇടയിൽ, കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഇമോഷണലി ഇന്റലിജന്റ് ആയ ആളുകൾക്ക് നമ്മളുടെ ഇമോഷൻസിന് ഇത് എങ്ങനെയാ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. ദേഷ്യക്കാരുണ്ടാവും, കരയുന്നവരുണ്ടാവും, അല്ലെ? പെട്ടെന്ന് സങ്കടം വരും. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നവരുണ്ടാവും, ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് റെസ്പെക്റ്റ് കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നതാ നമ്മളെ പേടിയ, നമ്മൾ ഭയങ്കര ബഹുമാനം കേട്ടോ. പണ്ട് കാലത്ത് നമ്മൾ പറയാറുണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്. ആ പേടിയിലൂടെ വരുന്ന ബഹുമാനമാണ്, അല്ലാതെ അയാളുടെ ആക്ഷനും അയാളുടെ വാല്യൂസും അയാളുടെ ആ സിസ്റ്റമാറ്റിക് ലൈഫും കണ്ടിട്ട് വരുന്ന ബഹുമാനമല്ല, പേടിയാണ്. പേടിയിലൂടെ നമ്മൾ അതല്ല വേണ്ടത്. നമ്മളുടെ ആസ് എ പേഴ്സൺ നമ്മൾ ഒരു ദിവസം എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതി, നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന രീതി, അത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ഒരു ഇമോഷണലി ഇന്റലിജന്റ് ആയ വാല്യൂസ് സ്വന്തമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, നമ്മളൊരു കഥ കണ്ടിട്ടില്ലേ? ഒരു പാലിന്റെ പാത്രം ഡോറിന്റെ അടുത്ത് ഭാര്യ എടുത്തു വെച്ചിട്ട് അയാൾക്കൊരു ഫോൺ കോൾ വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ആ കഥ. ഒരു ഫോൺ കോൾ വന്നു. അതായത് പാലിന്റെ പാത്രം അവര് പുറത്തുനിന്ന് കടയിൽ നിന്ന് പാൽക്കാരൻ വന്നപ്പോ അവര് പാത്രം വാങ്ങിച്ചു പാല്. എന്നിട്ട് പെട്ടെന്ന് അവർക്കൊരു കോള് വന്നു. അപ്പൊ എൻട്രൻസിൽ തന്നെയുള്ള ചെയറിൽ വെച്ചിട്ട് അവര് ഫോൺ കോളിൽ സംസാരിച്ചോണ്ട് പോയി. ഭാര്യ മറന്നുപോയി അവര്. എന്നിട്ട് അവര് സംസാരിച്ച് കിച്ചണിൽ പോയി. കുറച്ച് കഴിയുമ്പോഴേക്ക് ഹസ്ബൻഡ് വന്ന് ഡോറ് തുറന്നു എന്താ പറ്റിയേ? പാലങ്ങനെ താഴോട്ട് വീണുപോയി. പാത്രം കംപ്ലീറ്റ് പാലായി. ഇവിടെ ഏറ്റവും ആദ്യം നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ആരാ ഇവിടെ കൊണ്ടുവച്ചത് ഈ പാല്? ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കുക. അയാള് ഡോറ് തുറന്നു, പാല് വീണു. ഓ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല ഡോറ് തുറന്നപ്പോ. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഡോറ് തുറന്നപ്പോഴാണ് അത് വീണത്. ഞാൻ ഡോറ് ഇങ്ങനെ തുറക്കാൻ പാടുള്ളൂ എന്നുള്ളത് അയാൾ ഇങ്ങോട്ട് അപ്പുറത്താണ്. നിങ്ങൾ ഇതാരാ പാല് വെച്ചത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഭർത്താവ് ചോദിക്കുമ്പോൾ ഭാര്യ പറയാണ്,
ശ്രദ്ധിക്കണ്ടേ? ഞാനൊരു ഫോൺ കോൾ വന്നപ്പോ ഇങ്ങോട്ട് പോയതാ, അപ്പോഴത്തേക്ക് എന്നെ തട്ടിയിട്ടു. രണ്ടാളും ബ്ലെയിമിങ് ഈച്ച് അതർ. അല്ലേ? ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ആ ഒരു പരാജയമാണ്. ഇത് ചെറിയതാ നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. അയ്യോടാ സോറി, ഞാനത് ശ്രദ്ധിച്ചില്ല, നീ അവിടെ വെച്ചത് ഫോൺ കോൾ ഞാൻ ഫോൺ കോൾ വന്നിട്ടാട്ടോ സോറി. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും, അത് എത്ര മനോഹര കേൾക്കാൻ, അല്ലേ? എന്തൊരു സന്തോഷമായിട്ടാണ് ആ ഒരു ഇൻസിഡന്റ് അവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അതല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിന്നെ കൊണ്ടാണ്, നീയാണ് പ്രശ്നം, നീയാണ് ചെയ്തത്. ഇത് വീട്ടിൽ നിന്ന് തുടങ്ങുക. എല്ലാവരും ഇന്നു മുതൽ ഈ പറഞ്ഞ ചെക്ക് ലിസ്റ്റ് വീട്ടിൽ നിന്ന്, ഓരോ കാര്യങ്ങളും വീട്ടിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു നല്ല മനുഷ്യനാണോ, ഞാനൊരു നല്ല ഭർത്താവാണോ, ഞാനൊരു നല്ല ഭാര്യയാണോ, ഞാനൊരു നല്ല മദറാണോ, എന്നിട്ട് വേണം നമ്മളെ പോലെയുള്ള ആളുകൾ പുറത്തോട്ട് പോയി മറ്റുള്ളവരിലേക്ക് ആ എനർജി സ്പ്രെഡ് ചെയ്യാൻ, ആ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഈ 3 ലിസ്റ്റുകൾ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക, വർക്കൗട്ട് ചെയ്യുക. എല്ലാ ദിവസവും രാത്രി ടിക്ക് മാർക്ക് ഇടുക, ഇവിടെ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് 90 ഡേയ്സ് പ്രാക്ടീസ് ചെയ്താൽ, എപ്പോഴെങ്കിലും നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ എല്ലാവരോടും പറയുക, യെസ് എല്ലാം ടിക്ക് മാർക്ക് വന്നിരിക്കുന്നു, ഞാനിപ്പോ മെന്റലി സ്ട്രോങ് ആണ് എന്ന് ഞാൻ എന്നോട് പറയും. ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവരും കേട്ടിരുന്നതിന്. താങ്ക് യു മാം. താങ്ക് യു. Thank you. Thank you. Thank you. Thank you. Thank you. Thank you so much. വളരെ അടിപൊളി സെഷൻ, നല്ല എഫക്റ്റീവ് ആയിരുന്നു. Thank you, Bashir sir. Thank you. ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ വരും കേട്ടോ മാം, അതാണ് നല്ലൊരു സെഷനാണ് ഷഹനാസ് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് ലീവ് ചെയ്യാവോ? ഇപ്പോ ആയോ? പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് മാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹസ്ന ഖാദർ, സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഡിവിഷൻ പ്രോഗ്രാമിന്റെ 274ാമത്തെ എപ്പിസോഡിൽ നമ്മളോട് ഇന്ന് സംസാരിച്ചത് ഷഹനാസ് അലി മാം ആയിരുന്നു. സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള പീപ്പിളിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വളരെ വ്യക്തമായി അരമണിക്കൂർ കൊണ്ട് നമ്മൾക്ക് അവർ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. സ്ട്രോങ് മൈൻഡ് സെറ്റ് എന്നത് പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല എന്നും, പ്രോബ്ലംസ് എങ്ങനെ ധൈര്യത്തോടെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നും നമുക്ക് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് വളരെ കൃത്യമായി തന്നെ ഒരുപാട് പോയിന്റ്സിലൂടെ മാം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഒരു ചെക്ക് ലിസ്റ്റിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതം എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഷഹനാസ് മാം നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ ഓരോ ദിവസവും നല്ലൊരു മൈൻഡ് സെറ്റും ഇമോഷണൽ സ്ട്രെങ്ത്തും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമുള്ള നല്ലൊരു വ്യക്തിയായി മാറാൻ ഈ ഒരു ക്ലാസ് എന്തുകൊണ്ടും ഉപകാരപ്രദമാണ്. ഇത്രയും പോയിന്റ്സ് തന്ന് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ക്ലാസ് തന്ന ഷഹനാസ് അലി മാമിന് സിജിയുടെയും ഡിവിഷന്റെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പ്രോഗ്രാം ഡയറക്ടർ നോസിയ മാം, ടീം ഇൻചാർജിലുള്ള സലീം സാർ, കൂടെയുള്ള ബാക്കി എല്ലാവർക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ധൈര്യവും സപ്പോർട്ടും ഒക്കെ തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഡിവിഷന്റെയും സിജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് പുതിയ ഒരു എപ്പിസോഡിലേക്ക് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്. Thank you.